ബഹുമാനപ്പെട്ട ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹൈദരാലി ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ അഹമ്മദ് സാഹിബ്, ട്യൂണീഷ്യൻ അംബാസിഡർ താരക് അസോസ്, പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ്, വേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന അബ്ദുൽ സമദ് സമദാനി, മുനീർ സാഹിബ്, എം.എൽ.എമാർ, ഷാജി, മറ്റ് നേതാക്കളെ, ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ സമ്മേളനത്തിൽ ഞാൻ നിൽക്കുന്നത് ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ മാത്രമാണ്. ദീർഘമായൊരു പ്രഭാഷണം നടത്താനില്ല. ധാരാളം നേതാക്കളോട് പ്രസംഗിക്കാനുണ്ട്. ഇന്ന് യൂത്ത് ലീഗിൻ്റെ ഈ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഹൈദരാലി ശിഹാബ് തങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ നിയമപരമായ വഴികളിൽ കൂടി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. തീവ്രവാദവും അതുപോലെ തന്നെ ഇതര സമൂഹങ്ങളെ തകർത്തുകൊണ്ടും ഇവിടെ ഒന്നും നേടാൻ സാധിക്കില്ല. ഇവിടെ വേണ്ടത് സൗഹാർദ്ദമാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാനത്തെ പ്രതിപക്ഷത്തെ എതിർത്തപ്പോഴും കൂടെ പ്രവർത്തിച്ചപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ ആ വർഗീയത എന്താണെന്ന് മനസ്സിലാക്കി പറയണം. മുസ്ലിം സമൂഹം സംഘടിച്ചാൽ അത് വർഗീയതയല്ല. വർഗീയത എന്ന് പറയുന്നത് മറ്റ് മതസ്ഥരെ, മറ്റ് വിശ്വാസികളെ അധിക്ഷേപിക്കുകയും തകർക്കുകയും ഒരു സമൂഹത്തിൽ മാത്രം ആധിപത്യം വേണമെന്ന് വാദിക്കുകയും ചെയ്യുന്നതാണ് വർഗീയത. അതാണ് വർഗീയതയെങ്കിൽ ആ വർഗീയതയെ ശക്തിയായി നേരിട്ടതും വെല്ലുവിളിച്ചതും കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഇവിടെ സ്വാഗത പ്രഭാഷണത്തിൽ സുബൈർ പറഞ്ഞു ബാബറി മസ്ജിദിനെ കുറിച്ച്. അത് കഴിഞ്ഞ കഥയല്ല. ഇന്നും നമ്മുടെ മനസ്സിൽ അതുണ്ട്. ബാബറി മസ്ജിദ് തകർത്ത ഘട്ടത്തിൽ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും വ്യാപകമായ അതിക്രമങ്ങൾ നടന്നു. ബോംബെയിലും അതുപോലുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിം സമുദായത്തിലെ ആളുകൾ ആക്രമിക്കപ്പെട്ടു. പലതും നടന്നു. ഇവിടെ എന്തും സംഭവിക്കാമെന്ന് കേരളത്തിൽ പലരും ഭയന്നു. ആ ഘട്ടത്തിൽ ബാബറി മസ്ജിദ് തകർത്തുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ ബാബറി മസ്ജിദിന് തകർച്ച ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ മാത്രം വേദനയല്ല. അത് മുസ്ലിം സമൂഹത്തിൻ്റെ മാത്രം വേദനയല്ല. ഒരു സമൂഹത്തിൽ, ഒരു രാഷ്ട്രത്തിൽ, ആ രാഷ്ട്രം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊരു രാഷ്ട്രമായി നിലനിൽക്കണമെന്നും 100 കഷ്ണങ്ങളായി ഭാഗിക്കപ്പെടരുതെന്നും കരുതുന്ന ആളുകൾക്കൊക്കെ ബാബറി മസ്ജിദായാലും ഏത് മതസ്ഥരുടെ ദേവാലയങ്ങളായാലും അതൊന്നും തകർക്കപ്പെടാൻ പാടില്ല. ഒരു ഹിന്ദുക്കളുടെ അമ്പലം തകർന്നാൽ അതിൻ്റെ വേദന ഇസ്ലാം മതവിശ്വാസികൾക്കുണ്ട്. അങ്ങനെയാണ് ആ മതം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പള്ളി തകർത്താൽ അത് ഹിന്ദുക്കളുടെയും വേദനയാണ്, മറ്റ് മതസ്ഥരുടെ വേദനയാണ്. അങ്ങനെ ആ പള്ളി തകർത്തപ്പോൾ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിലുള്ളവർ മാത്രമല്ല, ഭൂരിപക്ഷ സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകളും ദുഃഖിച്ചിട്ടുണ്ട്. അന്ന് ഒരു പിടി ആളുകൾ അതിൻ്റെ പേരിൽ ചോര ചിന്താൻ ശ്രമിച്ചപ്പോൾ ഇവിടെ വലിയൊരു സമൂഹം
അരക്ഷിതാവസ്ഥയിൽ ഭീകരമായൊരു അന്തരീക്ഷത്തിൽ കഴിഞ്ഞുകൂടിയപ്പോൾ സമാധാനത്തിന് സന്ദേശവുമായി ഇറങ്ങി വന്ന ശിബാഹ് തങ്ങളെ കേരളം മറക്കില്ല. അദ്ദേഹം അന്ന് ഗ്രാമങ്ങളിൽ പോയി. മുസ്ലിം ലീഗിലെ നേതാക്കൾ പറഞ്ഞില്ല പകരം വീട്ടണമെന്ന്, സംയമനമാണ് ആവശ്യപ്പെട്ടത്. പ്രതിഷേധവും സംയമനവും രേഖപ്പെടുത്തി. ഒരു പക്ഷേ അന്ന് ചില ആളുകളെ പേരൊക്കെ ഇവിടെ പറഞ്ഞു. അവരോടൊപ്പം ഒരു സമൂഹം എന്നുള്ള നിലയിൽ, ഇസ്ലാം മതവിശ്വാസികളല്ലേ എന്നുള്ള നിലയിൽ അവരോടൊപ്പം ചേർന്ന് ആ ശബ്ദത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ, ഈ പ്രതിഷേധം മറ്റൊരു വിധത്തിൽ രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ കേരളത്തിൽ എന്ത് സംഭവിക്കുമായിരുന്നു എനിക്കറിയില്ല. ചോര ചിന്തുമായിരുന്നു ഇവിടെ. അതൊന്നുമില്ലാതായതിൻ്റെ ഉത്തരവാദിത്വം ആർക്കെങ്കിലും ഗൗരവമായി അവകാശപ്പെടാനുണ്ടെങ്കിൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്കാണ്. ഇത് ഇന്ന് പറയുന്നതല്ല, എന്നും പറഞ്ഞതാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മുസ്ലിം ലീഗ് ശക്തിപ്പെടുമ്പോൾ, സംഘടന വലുതാവുമ്പോൾ കുറേ ആളുകളത് വർഗീയതയെ കാണുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു മന്ത്രിസഭയിൽ മുസ്ലിമുകളുടെ എണ്ണം കൂടിയാൽ അത് വർഗീയതയാണ്. അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന അവകാശങ്ങൾ, അത് കൊടുക്കുന്ന അവകാശങ്ങൾ വർഗീയമായി നേടിയെടുക്കുന്നതാണ്. ഈ രാജ്യത്തിൽ അങ്ങനെ പറയുന്നതിന് വർഗീയല്ലേ? മുസ്ലിം ലീഗിനെ ഒരു പാർട്ടി എന്ന നിലയിൽ വിമർശിക്കുക. പക്ഷെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഇസ്ലാം വർഗീയവാദം പ്രചരിപ്പിക്കുന്നു എന്ന് ലീഗിൻ്റെ ശത്രുക്കൾ പോലും പറയും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ള പ്രചരണം ഇവിടെ നടക്കുന്നുണ്ട്. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടുക എന്നല്ലാതെ കുറേ ആളുകൾ ഒരു ഭാഗത്തു നിന്ന് ഇത് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള കടന്നു കയ്യേറ്റമാണ്, ഹിന്ദുക്കളുടെ അവകാശങ്ങളാണ് ഇവിടെ മുസ്ലിം ലീഗ് കവർന്നെടുക്കുന്നത് എന്ന് പറയുന്ന പ്രചരണം സത്യമായ പ്രചരണമല്ല. അത് അപകടകരമാണ്. അങ്ങനെയുള്ള ഒരു തൊപ്പി മറ്റേത് പാർട്ടിക്ക് ചേരുമെങ്കിലും മുസ്ലിം ലീഗിനത് ചേരില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതേക്കുറിച്ച് ധാരാളം പറയാനുണ്ടെങ്കിലും ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നില്ല. അതേപോലെ തന്നെ നേതാക്കളെ വേട്ടയാടി തകർത്ത് കളയാമെന്ന് ആരും ധരിക്കണ്ട. കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ വേട്ടയാടി ഒരു റൌഫും കുറെ റൌഫുമാരും ചേർന്ന് എന്തും പറയാമെന്നും ഒരു മനുഷ്യനെ ജീവിതാന്ത്യം വരെ വേട്ടയാടി കളയാമെന്നും ഒരു രാഷ്ട്രീയം അവസാനിപ്പിക്കാമെന്നും ഇങ്ങനെയുള്ള ആളുകളെ കൂട്ടുപിടിച്ച് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ, ഇത് പ്രസ്ഥാനം ധരിക്കുന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് മാത്രമല്ല, ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളും നീതിയിൽ വിശ്വസിക്കുന്ന ആളുകളും അങ്ങനെയുള്ള വേട്ട നായ്ക്കൾക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് വിട്ടുകൊടുക്കില്ല. ഇവിടെ ചില നിയമങ്ങളുണ്ട്, ആ നിയമത്തിൻ്റെ വഴിയിൽ പോകട്ടെ അല്ല. ഇവിടെ ഷുക്കൂർ വധക്കേസ്, ആ ഷുക്കൂർ വധക്കേസിൽ സാക്ഷികൾ മാറിയത്രേ. മാറിയതാണോ മാറ്റിയതാണോ എന്നറിയില്ല. പക്ഷേ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആളുകളെ ഭയപ്പെടുത്തി പലരെയും കൂറുമാറ്റം നടത്തി കളയാമെന്ന് ധരിച്ചിട്ടുണ്ടാവാ. ചിലരൊക്കെ കൂറുമാറിയിട്ടുണ്ടാവാ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ജനാധിപത്യ വിശ്വാസികൾ സംഘടിച്ചിട്ടുള്ളത് ഈ ഭയപ്പെടുത്തുന്ന കക്ഷികളെ നിലക്ക് നിർത്താനാണ്. നിയമത്തിൻ്റെ വാഴ്ചയോടെ ഉണ്ടാവട്ടെ, പക്ഷെ ഭയപ്പെടുത്തിയും കൊലപാതക രാഷ്ട്രീയം അഴിച്ചുവിട്ടും വയസ്സിനെ കണക്കിൽ വെട്ടി 51 വയസ്സോടെ 51, 75 വയസ്സാൾക്ക് 75 വിട്ട് ഇങ്ങനെ വയസ്സിനെ കണക്കിൽ വെട്ടി കൊലപ്പെടുത്തി ഇവിടെ എന്തെങ്കിലും നടപ്പാക്കി കളയാൻ ശ്രമിക്കുന്ന ആളുകളെ നേരിടേണ്ട കരുത്ത് ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികൾക്കുണ്ട്. ഷുക്കൂറിൻ്റെ വധം
ആ വധം സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും ഒതുക്കിക്കളയാമെന്നാണ് കരുതുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസം അത് വിലപ്പോവില്ല. ചില സത്യങ്ങളിൽ നിന്ന് നിലനിൽക്കും. അത് ഞങ്ങൾ അക്രമത്തിൻ്റെ പാതയിലല്ല. അവസാനമായിട്ടൊരു കാര്യം കൂടി മുന്നണിയെക്കുറിച്ച് പറയാറുണ്ട്. 1967 ഒരു സപ്തകക്ഷി മുന്നണി ഉണ്ടായി. മുസ്ലിം ലീഗ് അടക്കം, മാർക്സിസ്റ്റ് പാർട്ടി അടക്കം, എൻ്റെ പാർട്ടി അടക്കം ഞങ്ങളൊരു മുന്നണി ഉണ്ടാക്കി. അന്ന് കോൺഗ്രസിന് കിട്ടിയ സീറ്റ് എത്ര? 9. അന്ന് ഇടതുപക്ഷ ജനാധിപത്യം, ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അന്നത്തെ ലീഗ് അടക്കമുള്ള മുന്നണി കേരളത്തിലെ പ്രതിപക്ഷം തന്നെ ഇല്ലാതാക്കി. അതിൽ നിന്ന് പിന്നീട് അവരെ എതിർക്കുന്ന ആളുകൾ, കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ കേരളത്തിൽ അധികാരത്തിൻ്റെ സ്ഥാനത്തേക്ക് കടന്നു വന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം മുസ്ലിം ലീഗിനാണുള്ളത്. അതൊന്നും മറന്നിട്ട് കാര്യമില്ല. ഇതെല്ലാം സത്യങ്ങളാണ്. ഒരുപക്ഷെ 67 അതേ മുന്നണി തുടർന്നിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ ചരിത്രം എന്താകുമായിരുന്നു എന്ന് വിലയിരുത്തട്ടെ. അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന കക്ഷി ഐക്യജനാധിപത്യ മുന്നണിയിൽ എന്തും അവരെപ്പറ്റി പറഞ്ഞു കളയാമെന്നും അവർ തള്ളിക്കളയാമെന്നും കരുതിയാൽ ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയുടെ അടിസ്ഥാനം നിലനിൽക്കില്ല. അത് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നൊരു കക്ഷി മുസ്ലിം ലീഗാണ്. ഇതെല്ലാം സത്യങ്ങളാണ്. ഇന്നിവിടെ ഈ മഹാസമ്മേളനത്തിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഇന്നൊരു പാർട്ടിയും ഇന്ത്യയിൽ ഏറ്റെടുക്കാത്തൊരു കാര്യം ഏറ്റെടുത്തൊരു പാർട്ടി. കുടിക്കേണ്ട വെള്ളത്തെക്കുറിച്ച് പറയുന്നവരുണ്ട്. ഇനി 30 വർഷത്തിനുള്ളിൽ 2030 ഇന്ത്യയും ചൈനയും അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം വെള്ളവും മാലിന്യവുമായിരിക്കും അത്രേ. ആ കാര്യത്തിൽ, പ്രകൃതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ, കുടിക്കേണ്ട വെള്ളത്തിൻ്റെ കാര്യത്തിൽ, ശ്വസിക്കേണ്ട വായുവിൻ്റെ കാര്യത്തിൽ അതൊരു പരിപാടിയെ അംഗീകരിച്ച് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തിയത് ഈ മണ്ണിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കക്ഷി മാത്രമാണ്. ആ സമയത്ത് ഞാൻ പങ്കെടുക്കുകയുണ്ടായി. കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. പുഴകൾ സംരക്ഷിക്കപ്പെടണം, കുളങ്ങൾ സംരക്ഷിക്കപ്പെടണം, മാലിന്യമുക്തമാക്കണം കേരളം. ഇവിടെ കുടിക്കാൻ വെള്ളം വേണം. ആ വെള്ളം കിട്ടണമെങ്കിൽ പ്രകൃതി സംരക്ഷിച്ചേ മതിയാവൂ. അത് ഒരു പ്രായോഗിക പരിപാടിയായി അംഗീകരിച്ചു എന്ന് കേട്ടപ്പോൾ എന്നെപ്പോലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ മീറ്റിംഗ് കൂടിയാൽ പറയാനുള്ളത് മുസ്ലിം ലീഗിൻ്റെ പാത പിന്തുടരണമെന്നാണ്. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ഒരു മുദ്രാവാക്യങ്ങളല്ല, ഇന്നും നാളെയും മാത്രമല്ല, വരുന്ന തലമുറകളോടുകൂടി നമ്മൾക്ക് പലതും ചെയ്തു തീർക്കാനുള്ള കടമയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതുണ്ട്, കുടിവെള്ളം കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ വെള്ളം കുടിക്കാതെ മരിക്കരുത് എന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ആ പശ്ചാത്തലം സൃഷ്ടിക്കേണ്ടതുണ്ട്. അതിനും കൂടി മുൻകൈയെടുത്തൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇനിയും ധാരാളം പറയണമെന്നുണ്ട്. നിങ്ങളുടെ സമ്മേളനമാണിത്. എൻ്റെ അതിഥിയായി മാത്രം ക്ഷണിച്ചതാണ്. ഇത്രയും നേരം എൻ്റെ വാക്ക് കേട്ടതിന് തന്നെ ഞാൻ നിങ്ങൾക്ക് നന്ദിയുള്ളവനാണ്. ഈ മഹാസമ്മേളനത്തിൽ, യൂത്ത് ലീഗിൻ്റെ ഈ മഹാസമ്മേളനത്തിൽ എൻ്റെ പാർട്ടിയുടെ എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും പ്രാർത്ഥനകളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നമസ്കാരം. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PM സാദിഖ് അലി അവർകൾ ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന ആദരണീയനായ ഹൈദരലി ശിഹാബ് തങ്ങൾ അവർകളെ, ഏറ്റവും ആദരണീയരായ മുസ്ലിം ലീഗിൻ്റെ ബഹുമാന്യരായ നേതാക്കളെ, അവർ ചീഫ് ഗസ്റ്റ് ഹിസ് എക്സലൻസി താരക് അസൂസ്, അംബാസിഡർ ഓഫ് ടുണീഷ്യ ടു ഇന്ത്യ, യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ,
മുസ്ലിം ലീഗിൻ്റെ യുവജന വിഭാഗമായ യൂത്ത് ലീഗ് അണിയിച്ചൊരുക്കുന്ന ഐഡിയൽ യൂത്ത് കോറിൻ്റെ യുവജന റാലിക്ക് ശേഷമാണ് ഈ മഹാസമ്മേളനം ഇവിടെ ചേരുന്നത്. ഖായിദെ മില്ലത്തിൻ്റെയും സീതി സാഹിബിൻ്റെയും ആശയാദർശങ്ങൾക്ക് പുതിയ കാലത്ത് രൂപവും ഭാവവും നൽകുക എന്നതാണ് ഒരു യുവജന സംഘടന എന്ന നിലയിൽ യൂത്ത് ലീഗിന് നിർവഹിക്കാനുള്ള കർത്തവ്യം. എല്ലാ യുവജന സംഘടനകളും അങ്ങനെയാണ് എന്നാണ് വിചാരിക്കുന്നത്. ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും പുതിയ കാലത്ത് രൂപവും ഭാവവും നൽകുകയാണ് യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയുടെ ഉത്തരവാദിത്തം. ആ അർത്ഥത്തിൽ സഖാവ് കൃഷ്ണപിള്ളയുടെയും സഖാവ് AKജിയുടെയും ജീവിത മൂല്യങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും പുതിയ കാലത്ത് പ്രവർത്തനം ഒരുക്കുക എന്നതാണ് CPMൻ്റെ യുവജന സംഘടനയായ DYFയുടെയും ഉത്തരവാദിത്തം. എന്നാൽ കൃഷ്ണപിള്ളയുടെ ജീവിത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് AKജിയുടെ ആദർശങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ഈ കാലത്തും ജീവിക്കാൻ ശ്രമിച്ച നിസ്വാർത്ഥനായ കമ്മ്യൂണിസ്റ്റ് സഖാവ് TP ചന്ദ്രശേഖരനെ കൊന്നു നിറുക്കിയപ്പോൾ ഒരിറ്റ് കണ്ണുനീർ പോലും പൊഴിക്കാനില്ലാത്ത പാർട്ടി സെക്രട്ടറിയുടെ പറ്റിത്തീനികളായി കഴിയുന്ന DYFയുടെ മുമ്പിലാണ് മുസ്ലിം ലീഗിൻ്റെ യുവജന സംഘടനയായ യൂത്ത് ലീഗ് തങ്ങളുടെ മഹാരഥന്മാരായ നേതാക്കന്മാരുടെ ആശയാദർശങ്ങൾക്ക് പുതിയ കാലത്ത് പുതിയ പ്രവർത്തന പദം തീർക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നത്. ഒരു കാര്യം ഇവിടെ ചേർത്ത് പറയേണ്ടതുണ്ടെന്ന് വിചാരിക്കുന്നു. കൊന്നു തീർന്ന് കൊതി തീർന്നിട്ടില്ല CPMന്. നമ്മുടെ പ്രിയപ്പെട്ട ഷുക്കൂർ ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ അതേ ആളുകൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഷുക്കൂറിനെ കൊന്നു നുറുക്കിയത്. അതിൻ്റെ സത്യം, അതിൻ്റെ യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഏത് കാട്ടുകൊമ്പനായാലും നിയമത്തിൻ്റെ മുമ്പിൽ അവരെ പിടിച്ചുകെട്ടാൻ ഭരണകൂടത്തിനും നീതിന്യായ വ്യവസ്ഥയ്ക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സുദീർഘമായി പറയുന്നില്ല. ജനാധിപത്യ മുന്നേറ്റത്തിൻ്റെ 6.5 പതിറ്റാണ്ട് എന്ന പ്രമേയവുമായി യൂത്ത് ലീഗ് നടത്തിവരുന്ന ക്യാമ്പയിൻ്റെ സമാപന സമ്മേളനമാണ് ഇത്. വളരെ മനോഹരമായിരുന്നു നിങ്ങളുടെ ഈ ഒത്തുചേരൽ. എത്ര മനോഹരമാണ് ഈ വേദിയിൽ നിന്ന് നിങ്ങളെ നോക്കിക്കാണുമ്പോൾ. ചിട്ടയായി ഹരിത പതാകകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയൊരു മാതൃക സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ ഈ യുവജന റാലി, നിങ്ങളറിയുമോ അതിൻ്റെ വില എന്ത് എന്ന്? നിങ്ങളറിയുമോ നിങ്ങൾ ഒഴുക്കിയ വിയർപ്പിൻ്റെ മൂല്യം എന്ത് എന്ന്? നിങ്ങൾ ഒഴുക്കിയ ഊർജത്തിൻ്റെ, നിങ്ങൾ ചിലവഴിച്ച ഊർജത്തിൻ്റെ വില എന്ത് എന്ന്? ഇതേ വിയർപ്പൊഴുക്കിയതിനെയാണ്, ഇതേ ഊർജം ചിലവഴിക്കുന്നതിനെയാണ് അറബ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അറബ് വസന്തം എന്ന് വിളിക്കപ്പെടുന്നത്. അറബ് വസന്തം എന്ത് എന്ന് ഇപ്പോഴും ചിത്രം വ്യക്തമല്ല. എന്നാൽ മുസ്ലിം ലീഗ് 65 വർഷങ്ങൾക്ക് മുമ്പ് മനോഹരമായൊരു ക്യാൻവാസിൽ വർണ്ണങ്ങളിൽ ചാലിച്ച് ജനാധിപത്യ മതേതര സംസ്കാരത്തിൽ ഒരു സമൂഹത്തിൻ്റെ അഭിമാനകരമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള മനോഹരമായ ചിത്രം വരച്ചു വെച്ചു. അറബ് വസന്തം ഇന്നേ വരെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല. എന്നാൽ മുസ്ലിം ലീഗ് ഈ ബഹുസ്വരതയുടെ മണ്ണിൽ വിത്തുപാകി അതിന് വളം നൽകി, വെള്ളം നൽകി, മനോഹരമായ പൂക്കളും കായ്കളുമുള്ള ഒരു വലിയ വടവൃക്ഷം തന്നെയാണ് ഇവിടെ വളർത്തിക്കൊണ്ടുവന്നത്. നിങ്ങൾ ചെലവഴിക്കുന്ന അതേ ഊർജം, അതേ വിയർപ്പാണ് അറബ് വസന്തമെങ്കിൽ മുസ്ലിം ലീഗ് ഈ കേരളത്തിൽ ആ വസന്തത്തിൻ്റെ ഒരു ഉദ്യാനമാണ് തീർത്തത്. ആ വസന്തത്തിൻ്റെ ഒരു പൂങ്കാവനമാണ് തീർത്തത്. ആ വസന്തത്തിൻ്റെ ആരാമത്തിൽ ഊഞ്ഞാലാടി കളിക്കുന്നവരാണ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കുട്ടികൾ എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നതാണ് ഈ ജനാധിപത്യ മുന്നേറ്റത്തിൻ്റെ 6.5 പതിറ്റാണ്ട് എന്ന സന്ദേശം ഈ ക്യാമ്പയിനിൽ ഉയർത്തിപ്പിടിക്കുമ്പോൾ യൂത്ത് ലീഗ് ഉയർത്തിപ്പിടിച്ചത്. 30 വീതം അംഗങ്ങളെയാണ് യൂത്ത് ലീഗ് ഓരോ ഗ്രാമത്തിലും ഒരുക്കിയിട്ടുള്ളത്. ബാഫക്കി തങ്ങളും സിദ്ദി സാഹിബും ഓരോ ഗ്രാമത്തിലും നടന്നാണ് ഈ പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോലെ, ജമാഅത്തെ ഇസ്ലാമിയുടെ പോലെ, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോലെ മാനിഫെസ്റ്റോവിൻ്റെയോ പിൻബലത്തിലല്ല മുസ്ലിം ലീഗ് ഉണ്ടായത്. ഖായിദെ മില്ലത്ത് മുതൽ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വരെയുള്ള നേതാക്കന്മാരുടെ വിശ്വാസ ചൈതന്യവും ആദർശവും, തലയെടുപ്പുള്ള നേതാക്കന്മാർ. എന്നാൽ ബാഫക്കി തങ്ങൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ, സീതി സാഹിബ് തോണി കടന്ന് ചെല്ലുമ്പോൾ, ബാഫക്കി തങ്ങൾ കടവ് കടന്ന് ചെല്ലുമ്പോൾ, അവിടെ ബാഫക്കി തങ്ങളുടെയും സീതി സാഹിബിൻ്റെയും ഒപ്പം തങ്ങൾ ജീവിക്കുന്ന ജീവിത പരിസരത്ത്
ജീവിത പരിസരത്ത് തൻ്റെ സമൂഹത്തെ നിലനിർത്താൻ പ്രയത്നിച്ച ഒരുപാട് നേതാക്കന്മാർ. ചരിത്രത്തിൽ എവരെയും അവർ അറിയപ്പെടുന്നില്ല, ഒരു സ്ഥാനവും അവർ ആഗ്രഹിച്ചില്ല, ഒരു പദവിയും അവർ കൊതിച്ചില്ല. ആഖിറം മാത്രമാണ് ആ നേതാക്കന്മാർ പ്രതീക്ഷിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട ഐഡിയൽ യൂത്ത് കോറിന്റെ അംഗങ്ങളെ, നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ പ്രചോദനം ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ നിലനിർത്തിയ ബാഫക്കി തങ്ങളുടെയും അതുപോലെ തന്നെ മഹാനായ ബാഫക്കി തങ്ങളുടെയും സിദി സാഹിബിന്റെയും വിളിയാളങ്ങൾക്ക് ഉത്തരം നൽകാൻ ഓരോ ഗ്രാമത്തിലും ഈ സമൂഹത്തെ സംഘടിപ്പിച്ച ആ അറിയപ്പെടാതെ കടന്നുപോയ ആ മഹാരഥന്മാരുണ്ടല്ലോ, ഓരോ ഗ്രാമത്തിലുമുള്ള ആ ദൗത്യമാണ് നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത്. നിങ്ങൾ എവിടെയും അറിയപ്പെടാൻ പോകുന്നില്ല, നിങ്ങൾ എവിടെയും അംഗീകരിക്കപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഒരു സ്ഥാനവും പദവിയും ആഗ്രഹിച്ചിട്ടല്ല നിങ്ങൾ ഈ സംഘടനയിൽ, ഈ ഐഡിയൽ യൂത്ത് കോറിന്റെ അംഗമായി വരേണ്ടത്. ബഹുമാനായ ഹൈദരലി ശിഹാബ് തങ്ങളുണ്ട് നമ്മളെ വളർത്തിയത്. ബഹുമാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ യൂത്ത് ലീഗിനെ വളർത്തിയത്. ഈ യൂത്ത് ലീഗ് എന്നാൽ പാറക്കെട്ടുകൾ തകർത്ത് തരിപ്പണമാക്കാൻ കരുത്തുള്ള ഒരു പ്രസ്ഥാനമാണ്. പക്ഷെ ഒരു പൂവിതൽ പോലും നുള്ളിയെടുക്കാൻ ഇന്നേ വരെ പാണക്കാട്ടെ തങ്ങന്മാർ നമ്മോട് പറഞ്ഞിട്ടില്ല. ഈ യൂത്ത് ലീഗ് ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയാൻ ആർജവമുള്ള പ്രസ്ഥാനമാണ്. പക്ഷെ ഇന്നേ വരെ ഒരു ചിലന്തി വല പോലും നുള്ളിയെടുക്കാൻ ഈ പാണക്കാട് തങ്ങന്മാർ നമ്മോട് പറഞ്ഞിട്ടില്ല. ഈ തങ്ങളൊന്ന് മൂളിയാൽ മതി, കൂട്ടിൽ നിന്ന് അഴിച്ചുവിട്ട സിംഹക്കുട്ടികളായിരിക്കും മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർ. പക്ഷെ അങ്ങനെ മൂളില്ല. ഇത് ഗുണ്ടാ സംഘമല്ല, NDF-ന്റെയും RSS-ന്റെയും ഗുണ്ടാ സംഘമല്ല മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ കേഡർ സംവിധാനം. ഇത് ദുരിതമനുഭവിക്കുന്നവർക്ക്, നിരാലംബർക്ക്, ഹതഭാഗ്യർക്ക്, ആശ്രയമില്ലാത്തവർക്ക്, അവർക്ക് അത്താണിയാകാൻ ഒരു സമയത്തും തൻ്റെ വീടിന്റെ അയൽപ്പക്കത്ത് ഒരു നിത്യരോഗി മരണാസനായി കഴിയുമ്പോൾ മൂടിപ്പുതച്ചുറങ്ങില്ല ഈ ഐഡിയൽ യൂത്ത് കോറിലെ ഒരു അംഗവും. ഞാൻ ഈ നേതൃത്വത്തിന് നിങ്ങളെ സാക്ഷി നിർത്തി വാക്ക് കൊടുക്കുന്നു, ഭാവിയിൽ മുസ്ലിം ലീഗിനെ ഈ അംഗങ്ങൾ അപകടപ്പെടുത്തില്ല, അപമാനപ്പെടുത്തില്ല. അന്തസ്സും അഭിമാനവും മുസ്ലിം ലീഗിൻ്റെത് ഉയർത്തുന്നവരായിരിക്കും ഈ സംഘം. സൗന്ദര്യമാണ് മുസ്ലിം ലീഗിൻ്റെ. ഒരു മുസൽമാന്റെ സ്വപ്നം ഉദ്യാനത്തിലേക്ക് നടന്നെടുക്കുക എന്നതാണ്. ചെന്ന് ജീവിത ലക്ഷ്യം സ്വർഗമാണ്, സൗന്ദര്യമാണ്. ആ ഉദ്യാന സംസ്കാരം പേറുന്ന ഈ സമൂഹത്തിന്റെ കഴിഞ്ഞ 6.5 പതിറ്റാണ്ട് അഭിമാനകരമാക്കിയെങ്കിൽ ഭാവിയെയും അഭിമാനപൂരിതമാക്കുന്നതിനുള്ള ഈ സംഘം അങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ഈ നേതൃത്വത്തിന് വാക്ക് നൽകുകയാണ്. ഭാവിയെ നമുക്ക് അഭിമാനപൂരിതമാക്കണം. പുതിയ ക്രിയാശേഷി, പുതിയ സർഗശേഷി, അങ്ങനെ പുതിയൊരു വസന്തം നമുക്ക് ഉണ്ടാകണം. 30 വീതം അംഗങ്ങൾ. ബഹുമാനായ ഹൈദരലി ശിഹാബ് തങ്ങളോട് ഒരു കാര്യം ഉറപ്പ് പറയട്ടെ, ഒരു കാര്യം കൂടി പറയുന്നു. ഈ 30 വീതം അംഗങ്ങൾ ഉണ്ടല്ലോ, അങ്ങയുടെ ഈ മുസ്ലിം ലീഗിന് ഓരോ ഗ്രാമത്തിലും നാളെ 30 വീതം ദളങ്ങളുള്ള ഒരു പനിനീർ പുഷ്പം വിരിയട്ടെ എന്ന് അങ്ങ് ആഗ്രഹിച്ചാൽ അങ്ങനെ വിരിയിക്കാൻ പോകുന്ന പനിനീർ പുഷ്പങ്ങളാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ ഐഡിയൽ യൂത്ത് കോർ അംഗങ്ങൾ എന്ന് അങ്ങേക്ക് വാക്ക് തന്നുകൊണ്ട് ഭാവിയുടെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സർവശക്തനായ നാഥൻ എല്ലാ അനുഗ്രഹവും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ദേശാന്തര തലത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക സാന്നിധ്യം മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ, കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി സമാദരണീയനായ ഇ അഹമ്മദ് സാഹിബ് അവർ നമ്മെ അഭിസംബോധന ചെയ്യുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന കേരള സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് സാദിഖ് അലി സാഹിബ്, നമ്മുടെ എല്ലാവരുടെയും കേരളായ സംസ്ഥാന IUML പ്രസിഡന്റ്, നമ്മുടെ പ്രിയങ്കരനുമായ പാണക്കാട്ട് ഹൈദരലി ശിഹാബ് തങ്ങളെ, ഞങ്ങളുടെ അതിഥിയായി ഇവിടെ എത്തിയ ഞങ്ങളുടെ പ്രിയങ്കരനായ